നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാൽ തൊണ്ടയിൽ കുരുങ്ങി പിഞ്ചുകുഞ്ഞിന് ദാരുണാന്ത്യം. കുന്നംകുളം കോട്ടയിൽ റോഡിൽ താഴ്വാരം വളയനാട്ട് വീട്ടിൽ അഭിഷേക് അഞ്ജലി ദമ്പതികളുടെ 5 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് അനുകൃതയാണ് മരിച്ചത്. കടവല്ലൂരിലെ കോൺഗ്രസ് പോര് പുതിയ തലത്തിലേക്ക്. പാർട്ടിയെയും നേതൃത്വത്തെയും അവഹേളിച്ച് വാർത്താ സമ്മേളനം നടത്തിയെന്ന് കാണിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ DCC പ്രസിഡന്റ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് പാർട്ടിയുടെ ആഭ്യന്തര തർക്കങ്ങൾ മാധ്യമങ്ങളോട് അറിയിച്ചത് കടുത്ത അച്ചടക്ക ലംഘനമെന്ന് DCC പ്രസിഡന്റ്. ഭക്തിനിർഭരം നവരാത്രി ആഘോഷങ്ങൾ. ഇന്ന് മഹാനവമി ആഘോഷിച്ചു. നാളെ വിജയദശമി. എഴുത്തിനിരുത്തൽ ചടങ്ങുകൾക്കായി ക്ഷേത്രങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഒരുങ്ങി. വിവിധയിടങ്ങളിലെ ബൊമ്മക്കൊലൊരുക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രം. മുന്നറിയിപ്പ് വകവയ്ക്കാതെ കുഞ്ഞൻ മത്തി പിടിച്ചെടുത്ത വെള്ളം പിടിച്ചെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചേറ്റുവ ഹാർബറിൽ നിന്നാണ് വള്ളം പിടിച്ചെടുത്തത്. തെരുവുനായ ശല്യം അതിരൂക്ഷമായ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ തെരുവു പട്ടികൾക്ക് പേ വിഷബാധ വാക്സിനേഷൻ നൽകി. വളർത്തുമൃഗങ്ങളെയും മനുഷ്യരെയും നിരന്തരം തെരുവുനായ്ക്കൾ ആക്രമിക്കുന്നുവെന്നും സർക്കാർ ഇടപെട്ട് വന്ധീകരണ നടപടികൾ ഉടൻ നടത്തണമെന്നും വാർഡ് മെമ്പർ. വിശദമായ വാർത്തയിലേക്ക്. പാൽ തൊണ്ടയിൽ കുരുങ്ങി പിഞ്ചു കുഞ്ഞിന് ദാരുണാന്ത്യം. കുന്നംകുളം കോട്ടയിൽ റോഡിൽ താഴ്വാരം വളയനാട്ട് വീട്ടിൽ അഭിഷേക് അഞ്ജലി ദമ്പതികളുടെ 5 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് അനുകൃതയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിൽ കുട്ടിക്ക് പാല് കൊടുത്തിരുന്നു. പുലർച്ചെ നോക്കിയപ്പോൾ കുട്ടിക്ക് അനക്കം ഇല്ലാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഉറക്കത്തിനിടെ പാല് തൊണ്ടയിൽ കുരുങ്ങിയതാണ് മരണത്തിന് കാരണമായതെന്നാണ് നിഗമനം. സംസ്കാരം നടത്തി. മുന്നറിയിപ്പ് വകവയ്ക്കാതെ കുഞ്ഞൻ മത്തി പിടിക്കുന്ന വള്ളം പിടിച്ചെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചേറ്റുവ ഹാർബറിൽ നിന്നാണ് വള്ളം പിടിച്ചെടുത്തത്. ചെറുമത്തികൾ പിടിച്ച ചാവക്കാട് തിരുവത്ര സ്വദേശി ചെമ്പൻ വീട്ടിൽ ഹാരിഫിന്റെ ഉടമസ്ഥതയിലുള്ള മഹാദേവൻ എന്ന വള്ളമാണ് ഉദ്യോഗസ്ഥ സംഘം പിടികൂടിയത്. അധികൃതരുടെ പരിശോധനയിൽ വള്ളത്തിന് രജിസ്ട്രേഷനും ലൈസൻസും ഉണ്ടായിരുന്നില്ല. വള്ളത്തിൽ 10 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള 5000 കിലോ കുഞ്ഞൻ മത്തിയാണ് ഫിഷറീസ് അധികൃതർ പിടികൂടിയത്. മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വള്ളം പിടിച്ചെടുത്തത്. ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു. വള്ളം ഉടമയിൽ നിന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടികൾ പൂർത്തിയാക്കി പിഴ ഈടാക്കും. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലുപ്പത്തിന് താഴെ പിടികൂടുന്നത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ C. സീമയുടെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ VM ഷൈബു, VN പ്രശാന്ത് കുമാർ, സീഗാർഡ് വർഗീസ് ജിഫിൻ, ശ്രേയസ്, ഡ്രൈവർ അഷ്റഫ് എന്നിവർ ചേർന്നാണ് വള്ളം പിടിച്ചെടുത്തത്. വരും ദിവസങ്ങളിലും അന്വേഷണ സംഘത്തിന്റെ പരിശോധന തീരക്കടലിലും ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും ഉണ്ടായിരിക്കുമെന്നും ചെറുമത്സ്യങ്ങൾ കയറ്റിപ്പോകുന്ന വാഹനങ്ങളിലും വിൽപ്പന കേന്ദ്രങ്ങളിലും പരിശോധനകൾ ഉണ്ടാകുമെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. കടവല്ലൂരിലെ കോൺഗ്രസ് പോര്. പാർട്ടിയെയും നേതൃത്വത്തെയും അവഹേളിച്ച് വാർത്താ സമ്മേളനം നടത്തിയെന്ന് കാണിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ DCC പ്രസിഡന്റ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരുന്നുകൊണ്ട് പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ച കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K. കമറുദ്ദീൻ, നാസർ കല്ലായി, അബ്ദുൾ റഹ്മാൻ പടിഞ്ഞാക്കര, മനീഷ് തിപ്പലശ്ശേരി കൂടാതെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹക്കിം MH എന്നിവർക്കാണ് DCC പ്രസിഡന്റ് നോട്ടീസ് നൽകിയത്. മാസങ്ങളായി കടവല്ലൂർ പഞ്ചായത്തിലെ ഇരുവിഭാഗം കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പ് പോര് ശക്തമായി തുടരുകയാണ്. 2 മാസങ്ങൾക്കുള്ളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ നേതാക്കളുടെ തമ്മിൽത്തല്ല് അണികളിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. ചാവക്കാട് തിരുവത്ര ഗ്രാമക്കുളം ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ മുൻവശത്തെ ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷണം നടന്നത്. പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് SI ശരത് സോമന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഭണ്ഡാരത്തിൽ നിന്നും 12,000 രൂപയോളം മോഷണം പോയതായി ക്ഷേത്രം പ്രസിഡന്റ് വാഴപ്പുള്ളി ദേവദാസ് പറഞ്ഞു. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു.
പെലക്കാട്ടുപയ്യൂർ NSSന്റെ കീഴിലുള്ള ബാലസഭാ കുട്ടികൾ കുന്നംകുളം CCTV ഓഫീസ് സന്ദർശിച്ചു. ചാനലിന്റെ പ്രവർത്തനങ്ങളും മറ്റും മനസ്സിലാക്കാനായിരുന്നു സന്ദർശനം. CCTV ന്യൂസ് ഡയറക്ടർ KC ജോസ് കുട്ടികൾക്ക് വിവിധ സെക്ഷനുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ന്യൂസ് ഡെസ്കിലെ പ്രവർത്തനങ്ങളും വാർത്താ അവതരണവും കൗതുകത്തോടെയാണ് കുട്ടികൾ വീക്ഷിച്ചത്. വാർത്താ അവതരണത്തിനുള്ള ശ്രമവും കുട്ടികൾ നടത്തി. പെലക്കാട്ടുപയ്യൂർ NSS കരയോഗം ആധ്യാത്മിക പഠന വിഭാഗം അധ്യാപിക കാർത്തിയേനി ടീച്ചർ, ബാലസഭാ കോർഡിനേറ്ററും കരയോഗം ജോയിന്റ് സെക്രട്ടറിയുമായ പ്രസന്ന അജിതൻ, വൈസ് പ്രസിഡന്റ് വിജയൻ പുളിയാശ്ശേരി, ട്രഷറർ ബാലചന്ദ്രൻ പുണർദം, കോർഡിനേറ്റർ സുരേഷ് കൃഷ്ണ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 20ഓളം കുട്ടികളാണ് CCTVയിൽ എത്തിയത്. നല്ല ഇതായിരുന്നു. ഇവിടുത്തെ സ്റ്റുഡിയോയൊക്കെ നല്ല രസമുണ്ട്. നല്ല ആൾക്കാരാണ്. എനിക്ക് ഇഷ്ടമായി. വാർത്ത വായിക്കാൻ പറ്റി, സന്തോഷമായി. അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. ഈ സ്റ്റുഡിയോ CCTVയുടെ ഈ ഓഫീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് വളരെ സൗഹാർദ്ദമായിട്ടുള്ള ഒരു സമീപനം നിങ്ങളിൽ നിന്നും CCTVയുടെ ഭാരവാഹികളിൽ നിന്നും അല്ലെ ഒഫീഷ്യലായുള്ള ആളുകളിൽ നിന്നും ഉണ്ടായി. അതുപോലെ ഞങ്ങളെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട അംഗമായിട്ടുള്ള ജോസ് സാർ പറഞ്ഞു തന്നു. പിന്നെ മറ്റു ക്യാമറ എടുത്ത ശരത് സാറ് ഉൾപ്പെടെ എല്ലാവരും നന്നായി ഞങ്ങൾക്ക് കുട്ടികൾക്ക് വിശദീകരിച്ചു തന്നു. അതിന് വളരെ നന്ദി കരയോഗത്തിൻ്റെ പേരിലും ഈ കുട്ടികളുടെ എല്ലാവരുടെ പേരിലും ഞാൻ CCTVക്ക് അറിയിക്കുന്നു. 5ാം വാർഷികം ആഘോഷിക്കുന്ന CCTVക്ക് എല്ലാവിധ ആശംസകളും. ഭാവിയിൽ ഇതിനേക്കാൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മറ്റ് ഇൻ്റർനാഷണൽ ചാനലുകളുമായിട്ട് മത്സരിച്ച് മുൻപന്തിയിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ജീവിതം മുഴുവൻ ഉഴിഞ്ഞുവെച്ച സമര നായകരുടെ സന്ദേശവുമായി ബിയോണ്ട് ബൗണ്ടറീസ് ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. CCTV റിപ്പോർട്ടറായ സുജിത് ഹുസൈനാണ് ഡോക്യുമെന്ററിയുടെ സംവിധായകൻ. മതനിരപേക്ഷതയ്ക്കും നാടിന്റെ ഉയിരിനും വേണ്ടി ജീവിതം സമർപ്പിച്ച് കുടിയന്മാർക്കും കീഴാളന്മാർക്കും വേണ്ടി വാദിക്കുകയും അവരെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കും ജന്മിമാർക്കുമെതിരെ പോരാട്ടം നടത്തിയതിനെതിരെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് തടവിൽ വെക്കുകയും മാപ്പ് എഴുതിക്കൊടുക്കാതെ 14 വർഷം ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത MP നാരായണ മേനോന്റെയും മതപണ്ഡിതനും ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതാവുമായിരുന്ന കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും ജീവചരിത്രവും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഇവർ നടത്തിയ സമര പോരാട്ടങ്ങളെയും ഉൾക്കൊള്ളിച്ച് മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച് സുജിത് ഹുസൈൻ സംവിധാനം ചെയ്ത ഡിജിറ്റൽ ഡോക്യുമെന്ററിയുടെ പ്രകാശനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. ചരിത്ര സത്യങ്ങൾ വികൃതമാക്കുന്ന കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാര വികേന്ദ്രീകരണം വഴി ലഭ്യമായ അധികാരം വിനിയോഗിച്ച് ചരിത്ര സത്യങ്ങളെ പുതുതലമുറയ്ക്കു കൂടി അറിവ് പകരും വിധം ഡോക്യുമെന്റ് ചെയ്യാനുള്ള ആശയത്തെയും അതിന്റെ നിർവഹണത്തെയും പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു. എല്ലാവരും തമ്മിലുള്ള ഇന്ററാക്ഷനിൽ നിന്നാണ് ബോധ്യങ്ങൾ ഉണ്ടാകുന്നത്. ആ ബോധ്യങ്ങളിൽ നിന്ന് ഇവർക്കെല്ലാം ആ ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ബോധ്യങ്ങൾ ആൾക്കൂട്ടത്തോട് ഉറക്കം വെച്ച് പറയാം. കട്ടിലശ്ശേരിക്ക് മുസ്ലിയാർക്ക് ഒരു മടിയുണ്ടായിരുന്നില്ല. അദ്ദേഹം ഗാന്ധിയൻ മാർഗത്തിലൂടെ സഞ്ചരിച്ച ആളാണ്. അക്രമ മാർഗത്തിലൂടെ പോകരുത് എന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞ ഒരാളാണ്. വരും ഈ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറയും വരാനിരിക്കുന്ന തലമുറയും അറിയണം ഈ രണ്ട് വലിയ മനുഷ്യർ ആരായിരുന്നു. ഇല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാർക്ക് പോലും അവരറിയാതെ പോകും. ഇത് നമ്മുടെ അഭിമാനകരമായ പൈതൃകത്തിന്റെ ഭാഗമാണ്. ഈ നാടിന് മുഴുവൻ ആളുകളും അഭിമാനിക്കേണ്ട പൈതൃകമായിരുന്നു ഈ രണ്ടുപേരും. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് CH മുഹമ്മദ് കോയ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി MLA അധ്യക്ഷത വഹിച്ചു. നേരത്തെയും ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്ററികളിലൂടെ ശ്രദ്ധേയനായ CCTV പുന്നൂർകുളം ബ്യൂറോ റിപ്പോർട്ടർ സുജിത് ഹുസൈനാണ് ബിയോണ്ട് ബൗണ്ടറീസ് സംവിധാനം ചെയ്തത്. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T അബ്ദുൽ കരീം, വൈസ് പ്രസിഡന്റ് KV ജുവൈരിയ ടീച്ചർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം HOD പ്രൊഫസർ ശിവദാസൻ, DCC പ്രസിഡന്റ് VS ജോയ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, BDO മജീദ് M, ജില്ലാ GEO കൃഷ്ണപ്രസാദ് VK എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ഈ രണ്ടു കുടുംബാംഗങ്ങളെയും അണിയറ പ്രവർത്തകരെയും ആദരിച്ചു. ഡോക്യുമെന്ററിയുടെ ക്യാമറ എഡിറ്റിംഗും കൈകാര്യം ചെയ്തിരിക്കുന്നത് സുജിത് ഹുസൈൻ തന്നെയാണ്. കൃത്യമായ രീതിയിൽ യൂട്യൂബിൽ പഞ്ചായത്തിൻ്റെ യൂട്യൂബ് യൂട്യൂബിലൂടെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതാകുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ട് മുഴുവൻ വെർഷൻ ഉണ്ടായിരിക്കും.
അത് കാണാം. ഇവരുടെ എല്ലാ ത്യാഗത്തോടുള്ള ആ ത്യാഗം ചെയ്ത ഒരുപാട് മലപ്പുറത്തിനെ കുറിച്ചിട്ട് വന്നിട്ട് രണ്ടാമത്തെ ഡോക്യുമെൻ്റാണ് എൻ്റെ മലബാർ വാലീസ് മലപ്പുറം ഡോക്യുമെൻ്റ് കാര്യം ചെയ്ത കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഡോക്യുമെൻ്റാണ് ചെയ്തത്. ജാഫർ ഈരാട്ടുപേട്ട വിവരണവും ശിവജി ഗുരുവായൂർ അവതരണവും നിർവഹിച്ചു. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ VK പ്രസാദ്, കലാസംവിധാനം യതി ഹരിദാസ്, മ്യൂസിക് നിഖിൽ സാൻ, വസ്ത്രാലങ്കാരം ബാലൻ ചങ്ങരംകുളം, പ്രോജക്ട് മാനേജർ യമുന രാജ്, കളർ ഗ്രേഡിംഗ് ജോമോൻ ജോൺ, അസോസിയേറ്റ് ക്യാമറ ഷാജി TK, അജിഷ, എമിൽ ജോൺ, ബെശാഖ് എന്നിവർ സഹായം എന്നീ നിലകളിലും അണിയറയിലെ സാന്നിധ്യങ്ങളായി. C മുഹമ്മദ് അലി, ജോസ്മോൾ PL എന്നിവർ പ്രൊഡക്ഷൻ മാനേജർമാരായും പ്രവർത്തിച്ചു. തെരുവുനായ ശല്യം അതിരൂക്ഷമായ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ തെരുവ് പട്ടികൾക്ക് പേ വിഷബാധ വാക്സിനേഷൻ നൽകി. ദിവസങ്ങൾക്ക് മുമ്പ് പേ വിഷബാധയുള്ള തെരുവുനായെ തെക്കുമുറിയിൽ നിന്നും പിടികൂടിയിരുന്നു. പ്രദേശവാസികളായ നിരവധി പേരെയാണ് പേപ്പട്ടി കടിച്ചത്. വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് 4-ാം വാർഡിലെ മുഴുവൻ തെരുവ് നായ്ക്കളെയും കടിയേറ്റ പട്ടികളെയും വാക്സിനേഷന് വിധേയരാക്കിയത്. വളർത്തുമൃഗങ്ങളെയും മനുഷ്യരെയും നിരന്തരം ആക്രമിക്കുകയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് തെക്കുമുറി പ്രദേശത്ത് നിലനിൽക്കുന്നതെന്നും സർക്കാർ ഇടപെട്ട് വന്ധീകരണ നടപടികൾ ഉടൻ നടത്തണമെന്നും വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോട് ആവശ്യപ്പെട്ടു. ഡോക്ടർ LI സുബീഷ് കുമാർ, രമണി, സതി എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം പട്ടാമ്പി റോഡിൽ പ്രവർത്തിച്ചിരുന്ന ഷീസ് ലേഡീസ് ഫാൻസി സ്റ്റോറിൽ തീപിടുത്തം. ഇന്ന് രാവിലെ 11:30-ഓടെ കടയുടെ ഉള്ളിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് വലിയ ശബ്ദത്തോടെ വൈദ്യുതി ബന്ധം നിലയ്ക്കുകയും സീലിംഗിൽ നിന്നും പുക ഉയരുകയുമായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സ്ഥാപനത്തിനകത്തുണ്ടായിരുന്ന ഫാൻസി സാധനങ്ങളിലേക്ക് തീ പടർന്നില്ല. പകൽ സമയമായതിനാലും പുക ഉയർന്ന ഉടനെ കണ്ടെത്തിയതിനാലും പെട്ടെന്ന് തന്നെ അപകടം ഒഴിവാക്കാനാവുകയായിരുന്നു. സംഭവ സമയത്ത് 6 ജീവനക്കാർ കടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പോർക്കുളം മാർ ആദായ് ശ്ലീഹ ദേവാലയത്തിലെ പെരുന്നാൾ ആഘോഷം ആവേശം തീർത്തു. ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരുന്നു പെരുന്നാൾ ആഘോഷം. ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലിത്തയുടെ കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരം, തുടർന്ന് പ്രദക്ഷിണം, സ്ലീബാമുത്ത്, ആശീർവാദം, നേർച്ച വിളമ്പൽ എന്നിവയ്ക്ക് ശേഷം രാത്രി പ്രാദേശിക കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ പള്ളിയിലെത്തി സമാപിച്ചു. ബുധനാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം, തുടർന്ന് മെത്രാപ്പോലിത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന അർപ്പിച്ചു. ഫാദർ തോമസ് കുര്യൻ, ഫാദർ മൈക്കിൾ ഗീവർഗീസ് എന്നിവർ സഹകാർമ്മികരായി. ഉച്ചതിരിഞ്ഞ് പെരുന്നാൾ ആഘോഷ കമ്മിറ്റികളുടെ ബാൻഡ് മേളവും ചെണ്ടവാദ്യവുമായുള്ള ആഘോഷങ്ങൾ പള്ളിയിലെത്തി. തുടർന്ന് 11 കമ്മിറ്റികളിൽ നിന്നായി കേരളത്തിലെ പേരുകേട്ട 20 ഗജവീരന്മാർ അണിനിരന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വ്, പൊതുസദ്യ എന്നിവയുമുണ്ടായി. ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്തു. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, സെക്രട്ടറി CK ഡേവിസ്, ട്രഷറർ ജോളി MK, കൺവീനർ ജെയിംസ് MP എന്നിവർ നേതൃത്വം നൽകി. പുന്നീർകുളം പരൂർ കോൾപ്പടവിലെ ബണ്ടിൽ വിള്ളൽ. ചമ്മന്നൂർ ചുള്ളിക്കാരൻ കുന്നിലെ 50 HP എഞ്ചിൻ തറയ്ക്ക് സമീപത്താണ് വിള്ളൽ രൂപപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടത്. അപകടകരമായ രീതിയിലാണ് വിള്ളൽ ഉണ്ടായിട്ടുള്ളത്. ബണ്ട് നവീകരണ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാരൻ ബണ്ടിന് ഇരുവശത്തും മണ്ണ് നിക്ഷേപിക്കാതെ പ്രവൃത്തി നടത്തിയതാണ് വിള്ളൽ സംഭവിക്കാൻ ഇടയാക്കിയതെന്ന് കർഷകർ ആരോപിക്കുന്നു. ബണ്ടിൽ വിള്ളൽ രൂപപ്പെട്ടതോടെ കർഷകർ ആശങ്കയിലാണ്. കോൾപ്പടവിൽ പുഞ്ചകൃഷിക്കുള്ള പമ്പിംഗ് നടത്തുന്നതിന് ആഴ്ചകൾ ബാക്കി നിൽക്കെയാണ് ബണ്ടിൽ വിള്ളൽ ഉണ്ടായിട്ടുള്ളത്. കരാറുകാരന്റെ അനാസ്ഥയ്ക്കെതിരെ കർഷകർക്കിടയിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചൊവ്വലൂർ പാരീസ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലെ കുളത്തിന് സമാനമായ കുഴികളിൽ കടലാസ് വഞ്ചികൾ ഇറക്കിക്കൊണ്ടായിരുന്നു കണ്ടാണശ്ശേരി മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാലങ്ങളായി തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായ റോഡിന്റെ നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ച സമരത്തിന് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീറ മറ്റം, പഞ്ചായത്ത് അംഗങ്ങളായ സെബീന റിറ്റോ, TO ജോയ്, മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ജാൻസി ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി.
നവരാത്രി ആഘോഷങ്ങളിൽ ബൊമ്മക്കൊലു ഒരുക്കൽ പ്രധാന ചടങ്ങാണ്. ബ്രാഹ്മണ വീടുകളിലാണ് കൂടുതലായും ബൊമ്മക്കൊലു ഒരുക്കാറുള്ളതെങ്കിലും ഇപ്പോൾ ക്ഷേത്രങ്ങളിലും മറ്റു വീടുകളിലും ബൊമ്മക്കൊലു ഒരുക്കാറുണ്ട്. ഗുരുവായൂരിലെ ബൊമ്മക്കൊലു കാഴ്ചകൾ കാണാം. ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നവരാത്രി ആഘോഷങ്ങൾ. അറിവിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ദേവിയെ പൂജിക്കുന്നതിലൂടെ ജ്ഞാനം കൈവരുമെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് ബൊമ്മക്കൊലു ഒരുക്കലിലൂടെയാണ്. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹത്തിൽ ഒരുക്കിയ ബൊമ്മക്കൊലു കണ്ട് തൊഴാൻ നിരവധി പേരാണ് എത്തുന്നത്. ദേവീപ്രീതിക്കായി അലങ്കരിച്ച കലശത്തിനു ചുറ്റും വിവിധ ബൊമ്മകൾ തട്ടുകളിൽ നിരത്തിവെച്ചുള്ള ദേവീപൂജയാണ് ബൊമ്മക്കൊലു. നാഗകം ഗണ നടരാജ മനോഹരേ ജ്ഞാനവിദ്യേശ്വരി രാജരാജേശ്വരി ജ്ഞാനവിദ്യേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേ. സർവം ബ്രഹ്മമയം എന്ന ആശയത്തിന്റെ പൂർത്തീകരണം കൂടിയാണ് വിശ്വാസികളെ സംബന്ധിച്ച് ഓരോ ബൊമ്മക്കൊലുവും. സരസ്വതി, ഗണപതി, കൃഷ്ണൻ തുടങ്ങിയ ഈശ്വരരൂപങ്ങളും ബലങ്ങളും വാദ്യോപകരണങ്ങളുമാണ് ബൊമ്മക്കൊലു ഒരുക്കുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്നത്. മഹിഷാസുര നിഗ്രഹത്തിനായി ദേവിയെ സഹായിച്ച ദേവീദേവന്മാരെ ആരാധിക്കുന്നതാണ് ബൊമ്മക്കൊലു ഒരുക്കുന്നതിലെ ഐതിഹ്യം. ബ്രാഹ്മണ വീടുകളിൽ മാത്രം കണ്ടുവന്നിരുന്ന ബൊമ്മക്കൊലു ഒരുക്കൽ ഇപ്പോൾ ജാതിമതഭേദമന്യേ വീടുകളിലും ക്ഷേത്രങ്ങളിലും കാണാറുണ്ട്. ദേവീപ്രീതിക്കൊപ്പം തന്നെ ഒരുമയുടെയും സംസ്കാരത്തിന്റെയും ഭാഗം കൂടിയാണ് ബൊമ്മക്കൊലു ഒരുക്കലെന്നും ചിട്ടയനുസരിച്ച് വേണം ഓരോ ഈശ്വരരൂപങ്ങളും വെക്കേണ്ടതെന്നും മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ പറയുന്നു. ഇത് വെറും ഒരു ആചാരം മാത്രമല്ല, ഒരു കൂട്ടായ്മ കൂടിയാണ്. ജാതി മതഭേദമന്യേ വീടുകളിൽ ഭക്തരെത്തുകയും ആ ഭക്തർക്കെല്ലാം തന്നെ പ്രസാദ വിതരണം നൽകുകയും ചെറിയ കുട്ടികൾക്ക്, വിവാഹം കഴിയാത്ത കുട്ടികൾക്ക് കൺമഷി, ചാന്ത്, മാല, തുണിത്തരങ്ങൾ മുതലായ നൽകുന്ന ഒരു സമ്പ്രദായമുണ്ട്. നവരാത്രി ആഘോഷങ്ങളിൽ അവസാന 3 ദിവസങ്ങളായ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ദിനങ്ങളിലാണ് ക്ഷേത്രങ്ങളിൽ വിവിധ പരിപാടികൾ നടക്കുക. വിജയദശമി ദിവസമായ വ്യാഴാഴ്ചയോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകും. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പെരുന്നാളിന്റെ ഭാഗമായി പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രശസ്ത പിന്നണി ഗായകൻ വിധു പ്രതാപ് ബാൻഡ് അവതരിപ്പിച്ച ലൈവ് മ്യൂസിക് ഷോ ശ്രദ്ധേയമായി. ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വൈകിട്ട് 7 മണിക്ക് നടന്ന സാംസ്കാരിക സമ്മേളനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. ഗാനരചയിതാവ് BK ഹരിനാരായണൻ, IM വിജയൻ, കുന്നംകുളം ACP CR സന്തോഷ്, വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 2, 3 തീയതികളിൽ നടക്കുന്ന പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പള്ളിയങ്കണത്തിൽ ദീപാലങ്കാരങ്ങൾ കൊണ്ട് വിസ്മയ പന്തലും പ്രവാസി കൂട്ടായ്മ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ പങ്കെടുത്തു. ആഘോഷങ്ങൾക്ക് പ്രവാസി കൂട്ടായ്മ ഭാരവാഹികളായ ഷാജു സൈമൺ, ഗ്രിഗറി സ്കറിയ, ജിൻഡോ OP, സുനിൽ സിഗ്മ എന്നിവരടങ്ങിയ കൂട്ടായ്മ അംഗങ്ങൾ നേതൃത്വം നൽകി. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി DYFI കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുകുളങ്ങൾ വൃത്തിയാക്കി ക്ലോറിനേഷൻ നടത്തി. ചൂണ്ടൽ പഞ്ചായത്തിലെ എരനല്ലൂരിലെ മുരിയാക്കുളം, മഴുവഞ്ചേരി തച്ചാട്ടുകുളം എന്നിവിടങ്ങളിലാണ് ശുചീകരണം നടത്തി ക്ലോറിനേഷൻ നടത്തിയത്. ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPIM ലോക്കൽ കമ്മിറ്റി അംഗവുമായ PT ജോസ്, DYFI കേച്ചേരി മേഖലാ പ്രസിഡന്റ് ഫഹദ് മുസ്തഫ, മേഖലാ സെക്രട്ടറി സച്ചിൻ പ്രകാശ്, ട്രഷറർ VM നിസാം, കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PS സഹല എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.
പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പെരുന്നാളിനോടനുബന്ധിച്ച് മടേനാട്ടിൽ പ്ലാസ്റ്റിക് കവർ വേണ്ടേ വേണ്ട എന്ന ആപ്തവാക്യവുമായി ഗോ ഗ്രീൻ വിത്ത് സെറ ഗ്രീൻ പ്രവർത്തകർ വഴിയോര കച്ചവടക്കാർക്ക് പേപ്പർ കവറുകൾ വിതരണം ചെയ്തു. പൊതുപ്രവർത്തകൻ ലബീബ് ഹസൻ ഇടവക വികാരി ഫാദർ ജോൺ ഐസക്കിന് കൈമാറി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, കാട്ടകമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, സെറ ഗ്രീൻ മാനേജിംഗ് ഡയറക്ടർ ഷാജൻ മുട്ടത്ത്, റിജോ, സുമി ഷിനോയ്, രാഹുൽ ചാണ്ടി, പഞ്ചായത്ത് അംഗം കെ ടി ഷാജൻ, പള്ളി സെക്രട്ടറി ജെയ്സൺ ചിരൻ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപന സാമൂഹ്യരംഗത്ത് കർമ്മനിരതനായിരുന്ന തയ്യൂർ AP തോമസ് മാസ്റ്റർ സ്മാരക ഗുരുമാനസ പുരസ്കാര സമർപ്പണം ഒക്ടോബർ 5-ന് പ്രശസ്ത കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് 4-ന് തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനാകും. AN സോമനാഥൻ അനുസ്മരണ പ്രഭാഷണവും ഫാദർ ഗ്രിജോ മുരിങ്ങാത്തേരി അനുഗ്രഹ പ്രഭാഷണവും AD ആൻഡു മാസ്റ്റർ ഗുരുവന്ദനമൊഴിയും നടത്തും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയാകും. അധ്യാപകരായ TT സൈജൻ, PC ശ്രീജ, MP പ്രദീപ്, ലീജ C ജേക്കബ്, CJ ജിജു എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായവർ. ഇതോടനുബന്ധിച്ച് AP തോമസ് മാസ്റ്ററെക്കുറിച്ച് സെബാസ്റ്റ്യൻ തയ്യൂർ രചിച്ച ഓർമ്മകളിലെ കയ്യൊപ്പ് എന്ന പുസ്തകം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ പ്രകാശനം ചെയ്യും. തയ്യൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് PR വേലുക്കുട്ടി അധ്യക്ഷത വഹിക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി പുസ്തകം ഏറ്റുവാങ്ങും. മധു K നായർ പുസ്തകം പരിചയപ്പെടുത്തും. തൃശൂർ പ്രസ് ക്ലബ് മുൻ സെക്രട്ടറി പോൾ മാത്യു, എരുമപ്പെട്ടി പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് KK മാത്യൂസ് തുടങ്ങിയവർ പങ്കെടുക്കും. അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും വേണ്ടി ഡിജിറ്റൽ യുഗത്തിലെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ക്ലാസ് നടക്കും. PA ബഷീർ, കുന്നംകുളം പോലീസ് SI ഹരിഹര സൂനു തുടങ്ങിയവർ നേതൃത്വം നൽകും. പ്രശസ്ത കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി മാഷാണ് അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. ചടങ്ങിൽ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസാണ്. അന്ന് 2 മണിക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി 15 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഡിജിറ്റൽ യുഗത്തിലെ സാധ്യതകൾ എന്ന് പറഞ്ഞു. അത് അധ്യാപകർക്കും രക്ഷാകർത്താക്കളെ നമ്മൾ വിളിക്കുന്നുണ്ട്. PA ബഷീർ എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷനിസ്റ്റ് ക്ലാസ് നടന്നു. 3:30 അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയൊരു പുസ്തകം ഓർമ്മയിലെ കയ്യൊപ്പ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CC ശ്രീകുമാർ നിർവഹിച്ചു. ആദ്യം അവാർഡിന് 15,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ്. ഗുരുമാനസ പുരസ്കാരം എന്ന് പറയുന്നത് സമശീർഷ ഗുരു പുരസ്കാരം എന്ന് പറയുന്നത് ഫലകവും പ്രശസ്തി പത്രവുമാണ്. ആ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിക്കുന്നു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർ സെബാസ്റ്റ്യൻ തയ്യൂർ, KA ഫ്രാൻസിസ്, മധു K നായർ എന്നിവർ പങ്കെടുത്തു. കാട്ടകമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്ന പുല്ലാണിച്ചാൽ കോൾപ്പടവിൽ പുഞ്ചകൃഷി ഇറക്കുന്നതിന് മുന്നോടിയായി പമ്പിംഗ് ആരംഭിച്ചു. പമ്പിംഗ് കോൾപ്പടവ് പ്രസിഡന്റ് സോണി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. പടവ് സെക്രട്ടറി MD ശശി, കർഷകരായ സൈദാലി MM, ജയൻ, കൃഷ്ണൻകുട്ടി, ലത്തീഫ്, അനിയൻ, സിദ്ധാർത്ഥൻ എന്നിവർ പങ്കെടുത്തു. 50 HP-യുടെ സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ചാണ് വെള്ളം ആനക്കുണ്ടിലേക്ക് പമ്പ് ചെയ്യുന്നത്. വെള്ളം വറ്റുന്ന മുറയ്ക്ക് ഞാറ്റടി തയ്യാറാക്കി കർഷകർ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. 88 ഏക്കർ സ്ഥലത്താണ് കർഷകർ കൃഷി ഇറക്കുന്നത്. വെള്ളം സുലഭമായി ലഭിച്ചാൽ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഒക്ടോബർ 8 മുതൽ കർഷകർക്ക് വിത്ത് വിതരണം ചെയ്യും. 4 മാസത്തെ പരിപാലനത്തിനു ശേഷം ഫെബ്രുവരി മാർച്ച് മാസത്തോടെ കൊയ്ത്ത് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. തൃശൂർ അതിരൂപത KCBC മദ്യ ലഹരി വിരുദ്ധ സമിതി നൽകുന്ന മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തകർക്കുള്ള പുരസ്കാരത്തിന് മേജർ PJ സ്റ്റൈജു അർഹനായി. ഒക്ടോബർ 2-ന് തൃശൂർ ബസിലിക്ക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മെൽബൺ രൂപതയുടെ എമിരിറ്റസ് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ പുരസ്കാരം സമർപ്പിക്കും. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറുമായ മേജർ PJ സ്റ്റൈജു വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിയ പുസ്തക ചങ്ങാതി പദ്ധതി പോലെയുള്ള പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അംഗീകാരം. സ്റ്റൈജു മാസ്റ്ററെ കൂടാതെ ഫാദർ അലക്സാണ്ടർ കുരിക്കൽ, ശില്പി ഡാവിഞ്ചി സുരേഷ്, റോസി പാറോക്കാരൻ എന്നിവരെയും ചടങ്ങിൽ ആദരിക്കുമെന്ന് ഡയറക്ടർ ഫാദർ ദേവസി പന്തലൂക്കാരൻ അറിയിച്ചു. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രക്ഷേമ സമിതിയും ഗുരുവായൂർ ദേവസ്വവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. മുൻ മേൽശാന്തി നാരായണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പൂജകൾ നടന്നു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് PK സുനിൽ, സെക്രട്ടറി TR സജീവ്, ട്രഷറർ മാധവ മേനോൻ, പ്രോഗ്രാം കൺവീനർ സുജീർ ചന്ദ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രക്ഷേമ സമിതിയുടെയും മറ്റ് ഭക്തരുടെയും സംഗീതാർച്ചനയും ഉണ്ടായിരുന്നു.
നവരാത്രി രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് 6:30 മുതൽ 10:30 വരെ വിവിധ നൃത്ത വിദ്യാലയങ്ങൾ അവതരിപ്പിച്ച നൃത്താർച്ചനയും ഉണ്ടായി. ബുധനാഴ്ചയും വൈകിട്ട് നൃത്താർച്ചനയും നടന്നു. പത്ത് വർഷമായി കാട്ടകമ്പാൽ പഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതി വയോജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച പകൽ വീട് ഉദ്ഘാടനം ചെയ്യുകയല്ലാതെ തുറന്നു നൽകിയില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തി. ലോക വയോജന ദിനമായ ഒക്ടോബർ 1 പോലും പകൽ വീട് തുറന്നു നൽകാത്തത് ആ വിഭാഗത്തോടുള്ള ഭരണസമിതിയുടെ കടുത്ത അവഗണനയാണെന്ന് കോൺഗ്രസ് അംഗങ്ങളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, പ്രമീള രാജൻ എന്നിവർ കുറ്റപ്പെടുത്തി. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അന്തർദേശീയ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. എരുമപ്പെട്ടി കരിയന്നൂർ കൈരളി ഗ്രാമീണ വായനശാല വയോജനവേദിയുടെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമവും നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. വയോജന ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ തൊഴിലെടുത്തിരുന്ന പ്രവാസികൾ, കർഷകർ എന്നിവരെ ആദരിച്ചു. വാർഡ് മെമ്പർ സതി മണികണ്ഠൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ CK സുമ അധ്യക്ഷയായി. കൈരളി വായനശാല പ്രസിഡന്റ് TR ഉണ്ണികൃഷ്ണൻ, കോർഡിനേറ്റർ TR ചന്ദ്രൻ, MV വിനീത്, യോഗ ഇൻസ്ട്രക്ടർ TR രജിത എന്നിവർ സംസാരിച്ചു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചൂണ്ടലിലെ തൃശൂർ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് ശുചീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് പക്വാട പ്രോഗ്രാം അനുസരിച്ചായിരുന്നു ശുചീകരണ യജ്ഞം. CGPA കുന്നംകുളം പ്രസിഡന്റ് PC ജോർജ്, സെക്രട്ടറി PA ഭാസ്കരൻ, മുതിർന്ന അംഗങ്ങളായ T അംബുജാക്ഷൻ, VM മോഹൻദാസ്, PN ശങ്കരൻ, VK വാസുദേവൻ നായർ, VK കുട്ടൻ, PA ശങ്കരൻ, VK ശ്യാമള എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ വയോജന ദിനത്തിലും ഇവിടെ ശുചീകരണ യജ്ഞം നടത്തിയിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് വയോജന ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. പുതുരുത്തി കുളങ്ങര പൊറിഞ്ചുമകൻ ഫ്രാൻസിസിനെ പൊന്നാട ചാർത്തി ആദരിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് MK മുഹമ്മദ് കുട്ടി ഹാജി വയോജന സന്ദേശം നൽകി. സെക്രട്ടറി VS ഗോവിന്ദസ്വാമി സ്വാഗതവും CL പിയൂസ് നന്ദിയും പറഞ്ഞു. ട്രഷറർ CS സുഹറാബി, EO കൊച്ചുവർക്കി മാസ്റ്റർ, CC രാമചന്ദ്രൻ, K ശ്യാമളകുമാരി, TK ലീല, MK ശാന്ത എന്നിവർ സംസാരിച്ചു. 86 വയസ്സുള്ള കൊച്ചുവർക്കി മാസ്റ്ററുടെ മിമിക്രി അവതരണവുമുണ്ടായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു. കുന്നംകുളം CB ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ കൗൺസിലർ മിനി മോൺസി ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ അധ്യക്ഷനായി. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ലിജോ ജോസഫ് വാർദ്ധക്യകാലത്തെ നേത്രസംരക്ഷണം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുധിരാജ് ആമുഖ പ്രഭാഷണം നടത്തി. യൂണിയനിലെ ഈ വർഷം 75 വയസ്സ് പൂർത്തിയാക്കിയ 18 അംഗങ്ങളെ ആദരിച്ചു. രക്ഷാധികാരിയായ പ്രൊഫസർ PS വിഷ്ണു, ബ്ലോക്ക് മുൻ പ്രസിഡന്റ് TS സുകുമാരൻ, ട്രഷറർ ബീന ചാക്കോ, സാംസ്കാരിക സമിതി കൺവീനർ VC വർഗീസ്, സൗത്ത് യൂണിറ്റ് സെക്രട്ടറി T രാജഗോപാൽ, സെൻട്രൽ യൂണിറ്റ് സെക്രട്ടറി KK മുഹമ്മദ് ഉണ്ണി, നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് MA വേലായുധൻ, ബ്ലോക്ക് സെക്രട്ടറി CG ജോബ് രാജ്, ജോയിന്റ് സെക്രട്ടറി PK വേലു എന്നിവർ സംസാരിച്ചു. KSSPU ചാവക്കാട് യൂണിറ്റ് ലോക വയോജന ദിനം ആഘോഷിച്ചു. മുതുവട്ടൂർ ശിക്ഷക് സദൻ മിനി ഹാളിൽ ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK ജേക്കബ് അധ്യക്ഷത വഹിച്ചു. വയോജന കമ്മീഷൻ സംരക്ഷണത്തിന്റെ നിയമവഴികൾ എന്ന വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് VS ശിവശങ്കരൻ പ്രഭാഷണം നടത്തി. 75 വയസ്സ് തികഞ്ഞ കുഞ്ഞുമോൾ അപ്പുകുട്ടനെ KV രാമകൃഷ്ണൻ ആദരിച്ചു. NA സ്കന്ദകുമാർ, AK സതീരത്നം, KH കയ്യമു, NP രാധാകൃഷ്ണൻ, MB പ്രമീള, K തങ്ക, കുഞ്ഞുമോൾ, അപ്പുകുട്ടൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PK ബീന സ്വാഗതവും ട്രഷറർ MG ഹരിദാസ് നന്ദിയും പറഞ്ഞു. DYFI കണ്ടാണശ്ശേരി മേഖലാ സമ്മേളനം നടന്നു. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ VS അച്യുതാനന്ദൻ നഗറിൽ ചേർന്ന മേഖലാ സമ്മേളനം DYFI ജില്ലാ കമ്മിറ്റി അംഗം KS ശ്രീരാജ് ഉദ്ഘാടനം ചെയ്തു. TK സുവീഷ്, കീർത്തി സജീഷ്, VA അരുൺ എന്നിവരടങ്ങിയ പ്രസീഡിയം
സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. വി അരവിന്ദ് രക്തസാക്ഷി പ്രമേയവും ടി കെ സുവീഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി UM ഗോപകുമാർ പ്രവർത്തന റിപ്പോർട്ടിന്റെയും കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് NS ജിഷ്ണു സംഘടനാ റിപ്പോർട്ടിന്റെയും അവതരണം നടത്തി. CPIM ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സച്ചിൻ പ്രകാശ്, എക്സിക്യൂട്ടീവ് അംഗം സഹല എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി VA അരുൺ പ്രസിഡന്റ്, UM ഗോപകുമാർ സെക്രട്ടറി, റനീഷ് രാഗേഷ് ട്രഷറർ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന്റെ ഭാഗമായി നടന്ന പഞ്ചരത്ന കീർത്തനാലാപനം ശ്രോതാക്കൾക്ക് അവിസ്മരണീയാനുഭവമായി. രമേശൻ വി പുന്നയൂർക്കുളം, ജഗദീശൻ പയ്യന്നൂർ, സത്യൻ മേപ്പയൂർ, KM പ്രകാശ് കുമാർ ഒറ്റപ്പാലം, ശാകംബരി കേശവൻ കോട്ടയ്ക്കൽ, വാണി M കേശവൻ കോട്ടയ്ക്കൽ, ലേഖ കൃഷ്ണകുമാർ ഗുരുവായൂർ, ജിഷ്ണു വെങ്കിടേശ്വരൻ, വിഷ്ണു വെങ്കിടേശ്വരൻ, ആദിത്യദേവ് പുന്നയൂർക്കുളം എന്നിവർ കീർത്തനങ്ങൾ ആലപിച്ചു. രാധിക പരമേശ്വരൻ, ഹരികൃഷ്ണൻ ഗുരുവായൂർ, ഹേമന്ത് M വർമ്മ എന്നിവർ വയലിനിലും, വിഷ്ണു ചിന്താമണി, ഹരിറാം മൃദംഗത്തിലും, MK നന്ദകുമാർ ഗഞ്ചിറയിലും പിന്നണിയൊരുക്കി. നവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രം നടരാജമണ്ഡപത്തിൽ നടന്നുവന്നിരുന്ന നൃത്ത സംഗീതോത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് പഞ്ചരത്ന കീർത്തനാലാപനം നടന്നത്. വിജയദശമി ദിനമായ വ്യാഴാഴ്ച രാവിലെ നവരാത്രി മണ്ഡപത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തിമാരായ ശ്രീ രുദ്രൻ നമ്പൂതിരി, KT നാരായണൻ നമ്പൂതിരി എന്നിവർ കുട്ടികളെ എഴുത്തിനിരുത്തും. വൈകിട്ട് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിക്കുന്ന നളചരിതം രണ്ടാം ദിവസം കഥകളിയോടെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തിന് സമാപനമാകും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് എരുമപ്പെട്ടി പഞ്ചായത്തിലെ 18-ാം വാർഡിൽ നിർമ്മിച്ച BSNL കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. ബ്ലോക്ക് എരുമപ്പെട്ടി ഡിവിഷൻ മെമ്പർ MM സലീബിന്റെ ഇടപെടലിന്റെ ഭാഗമായാണ് പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ചടങ്ങിന് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ MM സലീം, സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ, മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, മെമ്പർമാരായ സതി മണികണ്ഠൻ, സുധീഷ് പറമ്പിൽ, റീന വർഗീസ്, മാഗി അലോഷ്യസ് എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ രംഗത്ത് ശ്രദ്ധേയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചിറക്കൽ EMS പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് പുതിയ ആംബുലൻസ് വാങ്ങാനുള്ള ധനശേഖരണാർത്ഥം സമ്മാന കൂപ്പൺ പുറത്തിറക്കുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 4-ന് ചിറക്കൽ സെന്ററിലാണ് ചടങ്ങ് നടക്കുക. രാഷ്ട്രീയ സ്വയം സേവക് സംഘം ബ്ലാങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയദശമി മഹോത്സവം സംഘടിപ്പിച്ചു. ബ്ലാങ്ങാട് ശിവജി നഗറിൽ നിന്നും ആരംഭിച്ച പദസഞ്ചലനം ഇരട്ടപ്പുഴ വേദവ്യാസ നഗറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ഡോക്ടർ പ്രഷിത പ്രശാന്ത് പണിക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. MK അശോകൻ, CK മനോജ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ മാവിൻ ചുവട് കൈരളി സ്റ്റാർ റെന്റൽ സർവീസിന്റെ 30-ാം വാർഷികം ആഘോഷിച്ചു. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം മൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ഗുരുവായൂർ ACP പ്രേമാനന്ദ കൃഷ്ണൻ, LF കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ജെന്നി തെരേസ്, വാർഡ് കൗൺസിലർ സുജിത്ത്, കരുണ ഫൗണ്ടേഷൻ ചെയർമാൻ റിട്ടയർഡ് DYSP KB സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളുമുണ്ടായി. വിശ്വാസത്തിന്റെ നിറക്കാഴ്ചയായ ബൊമ്മക്കൊലൂരിക്ക് എരുമപ്പെട്ടി ഉമാ മഹേശ്വര നൃത്ത സംഗീത വിദ്യാലയം ശ്രദ്ധേയമാകുന്നു.
ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചാണ് സാധാരണ ബൊമ്മക്കൊലു ഒരുക്കാറുള്ളത്. എന്നാൽ ഇന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിലും അപൂർവം വീടുകളിലും ബൊമ്മക്കൊലു തയ്യാറാക്കുന്നുണ്ട്. ഉമാമഹേശ്വര നൃത്തവിദ്യാലയത്തിലെ അധ്യാപിക മഞ്ജുഷ സുരേഷിന്റെ നേതൃത്വത്തിൽ സംഗീത അധ്യാപിക സ്മിത വിനോദും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നാണ് ബൊമ്മക്കൊലു തയ്യാറാക്കിയിട്ടുള്ളത്. 9 ദിവസങ്ങളിലെ ദേവീപൂജകളുടെ പ്രതീകങ്ങളായി 9 പടികളിലാണ് ബൊമ്മക്കൊലു തീർത്തിട്ടുള്ളത്. സരസ്വതി, ലക്ഷ്മി, ദുർഗാദേവികളുടെ വിഗ്രഹങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നുമാണ് കൊണ്ടുവന്നത്. തഞ്ചാവൂർ, മധുരമീനാക്ഷി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നാണ് മറ്റ് വിഗ്രഹങ്ങൾ വാങ്ങിയത്. അഷ്ടലക്ഷ്മി, ദശാവതാരം, ഗണപതി മഹിമ എന്നിവയുൾപ്പെടെയാണ് ബൊമ്മക്കൊലു ഒരുക്കിയിട്ടുള്ളത്. നവദുർഗ സങ്കല്പത്തിൽ നവധാന്യം മുളപ്പിച്ചതും പ്രത്യേകതയാണ്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സന്ദർശിക്കുന്നതിനും നവരാത്രി മഹോത്സവത്തിന്റെ ചരിത്രം മനസ്സിലാക്കുന്നതിനുമുള്ള അവസരവും ഉമാമഹേശ്വര നൃത്തസംഗീത വിദ്യാലയത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് നേടി കണ്ടാണശ്ശേരി സ്വദേശി രജിനി. പ്രൈമറി സ്കൂൾ ടീച്ചർമാരുടെ തൊഴിൽപരമായ ജീവിത സംതൃപ്തിയുടെ പ്രവചകങ്ങളെന്ന നിലയിൽ ആത്മകാര്യക്ഷമത, തൊഴിൽപരമായ പ്രചോദനം, പ്രതിബദ്ധത എന്നതായിരുന്നു ഗവേഷണ വിഷയം. ഡോക്ടർ CM പ്രൊഫസറുടെ കീഴിലായിരുന്നു ഗവേഷണം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,930 രൂപ, പവന് 87,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 157 രൂപ. ചരമം ചമ്മന്നൂർ മഹലിൽ കാതനങ്ങാടി ഭാഗത്ത് താമസിക്കുന്ന തറയിൽ അബ്ദുൾ റഹ്മാൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. ആമിനക്കുട്ടി ഭാര്യയാണ്. ഖബറടക്കം ചമ്മന്നൂർ ഖബർസ്ഥാനിൽ നടത്തി. മുത്തു, മുനീർ എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി മൈലാടിക്കുന്ന് മേക്കാട്ടുകുളം വിപിൻ വിൽസൺ നിര്യാതനായി. 39 വയസ്സായിരുന്നു. വിൽസൺ ബേബി ദമ്പതികളുടെ മകനാണ്. എലിസബത്ത് ഭാര്യയും. ആൻഡ്രൂസ്, ആൻഡ്രിയ എന്നിവർ മക്കളുമാണ്. സംസ്കാരം കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തി. ചാലിശ്ശേരി ഹൈസ്കൂളിന് സമീപം പനക്കൽ പരേതനായ മത്തായി മകൻ ജോസ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി സെന്റ് ഔഗീൻസ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ബംഗളൂരു നാഗർഭവി ശ്രീകൃഷ്ണ നിലയത്തിൽ താമസിക്കുന്ന മരത്തങ്കോട് സ്വദേശി കണ്ടിരുത്തി വീട്ടിൽ കൊച്ചുണ്ണി നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ബംഗളൂരുവിലെ വൈദ്യുതി ശ്മശാനത്തിൽ നടത്തി. രമണി ഭാര്യയും. സുരേഷ്, സതീഷ്, സുഭാഷ്, സജീഷ് എന്നിവർ മക്കളുമാണ്. കുന്നംകുളം ചെമ്മണ്ണൂർ പണിക്കശ്ശേരി പ്രഭാകരൻ നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കരിയന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഊരാളനും ചെമ്മണ്ണൂർ താര റൈസ് മില്ലിന്റെ ഉടമയുമാണ്. രാധ ഭാര്യയും. ഷീല, ഗീത, താര, രാജു എന്നിവർ മക്കളുമാണ്. കുന്നംകുളം കാണിപ്പയ്യൂർ പാൽ സൊസൈറ്റിക്ക് സമീപം വിളയത്ത് സദനം നാരായണൻ നായർ മകൻ സന്തോഷ് നിര്യാതനായി. 50 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കാണിപ്പയ്യൂർ നന്മ സൂപ്പർ മാർക്കറ്റ് ഉടമയാണ്. ദർശന ഭാര്യയും. സായ് പൂജ മകളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാൽ തൊണ്ടയിൽ കുരുങ്ങി പിഞ്ചു കുഞ്ഞിന് ദാരുണാന്ത്യം. കുന്നംകുളം കോട്ടയിൽ റോഡിൽ താഴ്വാരം വളയനാട്ട് വീട്ടിൽ അഭിഷേക്, അഞ്ജലി ദമ്പതികളുടെ 5 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് അനുകൃതയാണ് മരിച്ചത്. കടവല്ലൂരിലെ കോൺഗ്രസ് പോര് പുതിയ തലത്തിലേക്ക്. പാർട്ടിയെയും നേതൃത്വത്തെയും അവഹേളിച്ച് വാർത്താസമ്മേളനം നടത്തിയെന്ന് കാണിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ DCC പ്രസിഡന്റ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് പാർട്ടിയുടെ ആഭ്യന്തര തർക്കങ്ങൾ മാധ്യമങ്ങളോട് അറിയിച്ചത് കടുത്ത അച്ചടക്ക ലംഘനമെന്ന് DCC പ്രസിഡന്റ്. ഭക്തിനിർഭരം നവരാത്രി ആഘോഷങ്ങൾ. ഇന്ന് മഹാനവമി, നാളെ വിജയദശമി. എഴുത്തിനിരുത്തൽ ചടങ്ങുകൾക്കായി ക്ഷേത്രങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഒരുങ്ങി. വിവിധയിടങ്ങളിലെ ബൊമ്മക്കൊലു ഒരുക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രം. മുന്നറിയിപ്പ് വകവയ്ക്കാതെ കുഞ്ഞൻ മത്തി പിടികൂടുന്ന വള്ളം പിടിച്ചെടുത്ത ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചേറ്റുവ ഹാർബറിൽ നിന്നാണ് വള്ളം പിടിച്ചെടുത്തത്. തെരുവുനായ ശല്യം അതിരൂക്ഷമായ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ തെരുവ് പട്ടികൾക്ക് പേ വിഷബാധ വാക്സിനേഷൻ നൽകി. വളർത്തുമൃഗങ്ങളെയും മനുഷ്യരെയും നിരന്തരം തെരുവുനായകൾ ആക്രമിക്കുന്നുവെന്നും സർക്കാർ ഇടപെട്ട് വന്ധീകരണ നടപടികൾ ഉടൻ നടത്തണമെന്നും വാർഡ് മെമ്പർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.